അസ്സലാമലൈക്കും ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനങ്ങനെ നമ്മളെ നാട്ടിൽ ഇതുവരെ ഞാൻ വീലാൻഡിൽ വന്നിട്ടില്ല. വീലാൻഡിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എൻ്റെ മാല കുഞ്ഞിനെയും കൊണ്ട് ഇന്നൊരു ട്രിപ്പ് പോവുകയാണ്. ഇവിടെയുള്ള എൻ്റെ നാട്ടിൽ തന്നെ കന്നിഹട്ടിലാണ്. നമ്മൾ കന്നിഹട്ടിൽ കയറി ഭക്ഷണം കഴിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മുടെ കവ്വായി കായലിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങളെ കന്നിഹട്ട് വരുന്നത്. അതായത് പടന്ന നല്ല ഫിഷും കഞ്ഞിയും ചൂട് കഞ്ഞിയും അതിൻ്റെ കൂടെ എൻ്റെ ഐസാം കൂടെ ഉണ്ടാകുന്ന സമയത്ത് ശരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ആമാവും ആപ്പാക്കും യു കെയിൽ ഫിഷും കാര്യങ്ങളൊക്കെ ഫ്രഷായിട്ട് കിട്ടാത്തതുകൊണ്ട് അവർ വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് കന്യാഹട്ടിൽ ഫുഡ് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ എൻ്റെ ഉമ്മുമ്മാവും കൂടെ ഉണ്ട്. എനിക്ക് ബേസിക്കലി പറഞ്ഞാൽ പുളി അധികം ആഡ് ചെയ്ത ഫുഡ് ഇഷ്ടമല്ല, എന്നാലും ഞാൻ കഴിച്ചു. അതിനുശേഷം ഞാൻ നമ്മളെ വെള്ളാപ്പള്ളിയിലുള്ള വീലാൻഡിലേക്ക് പോയി. നമ്മുടെ ഈ നാട് ഇത്രയും പുരോഗമിച്ചോ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും എനിക്ക് അഭിമാനമുണ്ട്. കാരണം നമ്മൾ നടന്നു പോയ വഴികളൊക്കെയാണ് ഇപ്പോഴും ടൂറിസ്റ്റ് സെൻ്ററായിട്ട് മാറിയിരിക്കുന്നത്. അതുമാത്രമല്ല നമ്മൾ സ്പീഡ് ബോട്ടിലൊക്കെ കയറി നല്ല മനോഹരമായിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ദിവസം എൻജോയ് ചെയ്തിട്ടുണ്ടായത്. നമ്മുടെ ഈ വീലാൻഡിൽ നല്ല ആ ഒരു ഈവനിങ് വൈബാണ് ഗായ്സ് നിങ്ങൾ കാണുന്നത്. എൻ്റെ കുഞ്ഞിപ്പത്തുമ്മാനാണെങ്കിൽ ഞാൻ ഉരുട്ടി നടക്കുന്നത്. യാതൊരു ബുദ്ധിമുട്ടും എൻ്റെ മോൾ അന്ന് വരുത്തിയില്ല. നല്ല രീതിയിൽ തന്നെ ഓളെ ഉമ്മാനെ എൻജോയ് ചെയ്യാൻ വിട്ടിരുന്നുണ്ടായിരുന്നത്. കാരണം എന്താ നല്ല വ്യൂസാണ് കാണുന്നത്. ശരിക്കും നമ്മൾ വെള്ളാപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് അത്ഭുതം തന്നെ അല്ലേ. ഞാൻ വീലാൻഡ് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പ്രൊമോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ എന്നാൽ എനിക്ക് അവിടെ പോകാനോ ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ശരിക്കും മിസ്സിങ് തന്നെ. നിങ്ങൾ ഇനി വീലാൻഡിൽ പോവാത്ത നമ്മളെ നാട്ടിൽ തന്നെയുള്ള ആൾക്കാരാണ്, നിങ്ങൾ ജസ്റ്റ് എന്തായാലും വിസിറ്റ് ചെയ്യുക. 500 റുപ്പീസ് ഉണ്ട്. അതിന് വെർത്തിട്ടാണോ ചോദിച്ചാൽ വെർത്തിട്ടല്ല. നമ്മൾ വിസ്മയിലൊക്കെയുള്ള റൈഡും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി നമ്മളെ നാട്ടിലാകുമ്പോൾ നമ്മളൊന്ന് പോയി എത്തി നോക്കണ്ടേ. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് കുറച്ച് നേരം എൻജോയ് ചെയ്യാനും കൂടുതൽ ട്രാവലിംഗ് ഒന്നും ഇല്ലാതെ എക്സ്പെൻസ് കുറയും. ആകെ നമുക്ക് 500 റുപ്പീസ് കയറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലാഭമായി. രാത്രി 10 മണി വരെ അത് അവൈലബിളും ആണ്. സോ നിങ്ങൾ ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോവുക, എൻജോയ് ചെയ്യുക. ഇത് നമ്മൾ ബോട്ടിങ് ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പും